ഇത് നാരങ്ങ സൈസ് പുളി. ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് നമ്മൾ സോക്ക് ചെയ്യണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് വെണ്ടയ്ക്ക തീയലാണ്. കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലോട്ട് വെണ്ടയ്ക്ക വഴറ്റണം. പച്ച കളറാകുന്ന വരെ നമ്മൾ ചെറിയ മീഡിയം തീയിലൊന്ന് വഴറ്റണം. ഇതുപോലെ പച്ച കളറ് കാണണം. അപ്പോഴത്തേക്ക് നമ്മളത് എടുക്കുക. ആ സെയിം പാനിൽ ഒരു 3 ഡ്രൈ ചില്ലി ഇടുക, റെഡ് ചില്ലി. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. ഇത്രയും മൂത്ത് കഴിഞ്ഞു. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളത് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. ചെറിയ ഉള്ളി ഞാൻ ഒരു 15ഓളം എടുത്തിട്ടുണ്ട്. അതിതുപോലെ ആ സെയിം പാനിൽ ഓയിലിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് എടുക്കാമോ? എൻ്റെ കയ്യിൽ മല്ലിപ്പൊടിയാണ് കിടക്കുന്നത്. ആക്ച്വലി നമ്മൾ ഒറിജിനൽ കൊറിയൻഡർ ഇടേണ്ടത്, പക്ഷേ പൗഡറും നമുക്കത് എടുക്കാം. ഇത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി തേങ്ങയൊന്ന് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിലോട്ട് കുറച്ച് കരിവേപ്പില ഒന്നിടുക, കുറച്ച് മഞ്ഞൾ. ഇനി നമ്മളിത് ഒന്ന് കോരി മാറ്റാം. ഇതൊന്ന് നന്നായിട്ട് ആറിയിട്ട് മഷി പോലെ അരച്ചെടുക്കണം. ഇതിൽ ഞാൻ തേങ്ങ, പിന്നെ നമ്മൾ മൂപ്പിച്ചത് ചുമന്ന മുളകുണ്ടല്ലോ അതും, പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ, ഇതൊക്കെ എല്ലാം ഇട്ടിട്ട മല്ലിപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാനൊന്ന് മഷി പോലെ പേസ്റ്റ് ചെയ്ത് എടുത്തത്. ഇത്രയും വേണം. നന്നായിട്ട് അരച്ചെടുക്കണം. അതേ പാനിൽ കുറച്ച് എണ്ണ ഇടുക. അതിൽ കുറച്ച് കടുകിടുക. കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് 2 വറ്റൽമുളക് ഇടുക, കുറച്ച് കരിവേപ്പില. ഇതിലോട്ട് കുത്ത് വെച്ച് വാളംപുളി ഇതിലോട്ട് ഇടുക. ഇതിലോട്ട് അരച്ച് വെച്ച് തേങ്ങാ പേസ്റ്റ് ഇടുക. ജാറ് കൈയുടെ വെള്ളം ഇതിലോട്ട് ഇടുക. കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ചെറിയ ഉള്ളി നമ്മൾ മൂപ്പിച്ച് വെച്ചത് അത് ഇതിലോട്ടിടുക. വെണ്ടയ്ക്ക ഇതിലോട്ടിടുക. 5 മിനിറ്റ് അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് ചാറൊക്കെ വെണ്ടയ്ക്കയിലോട്ട് കുറച്ച് പിടിക്കണം. കുറച്ച് ശർക്കരയും ഇടാം, അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇട്ടില്ലെങ്കിലും സാരമില്ല. ചാറ് കുറച്ച് കുറുകി വരിക. ഇത് ആറുമ്പം കുറച്ചുകൂടി അത് കുറുകും. ഇത് ഓൾമോസ്റ്റ് തയ്യാറായി ഞങ്ങളുടെ വെണ്ടയ്ക്ക തീയൽ. കരിവേപ്പില വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്നുകൂടെ ഒന്ന് വെക്കുക. അപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്ക തീയൽ റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അയയ്ക്കുക, കമൻറ്റ്സ് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. താങ്ക് യു.